ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഉഴുന്നുവട റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഒരു കപ്പ് ഉഴുന്ന് 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്നതാണ്. നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ വലിയ ജാർ എടുക്കുക കേട്ടോ. ആ ഒരു മിക്സി ജാറിലേക്ക് ഉഴുന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഉഴുന്ന് കുതിർക്കാനിട്ടിരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ആ അരയ്ക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഒത്തിരി നേരം ഇട്ടിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു അടിഭാഗത്തിരിക്കുന്ന ഉഴുന്നും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ തരികളോട് കൂടിയാണ് നമുക്ക് ആ ഒരു ഉഴുന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അരച്ചെടുക്കാൻ വെച്ചപ്പോഴത്തേക്കും ആ ഒരു ഉഴുന്ന് നല്ലതുപോലെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നത് പാകമായിരുന്നു. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് ആയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഉഴുന്നിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 2 വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പിള്ളേർക്ക് കഴിക്കാനായതുകൊണ്ട് 1 ചേർത്തിട്ടുള്ളൂ. 2 വരെ ചേർക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഉഴുന്നുവടയ്ക്ക് നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു അരച്ചെടുത്തിരിക്കുന്ന ഉഴുന്നിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അതൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുവേ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് അടിച്ചൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒത്തിരി നേരം വേണ്ട, എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് അടിച്ചടിച്ച് കുഴച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു മാവ് നല്ലോണം സോഫ്റ്റായിട്ട് ഒരു പൊലിമേലൊന്ന് പൊങ്ങി വരുവേ. ഇനി ആ ഒരു കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാൻ. കണ്ട ആ ഒരു മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് നല്ലോണം ആ ഒരു ഉഴുന്നുവട റെഡിയാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അവർ എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഉഴുന്നുവട റെഡിയാക്കി എടുക്കാനുള്ള എണ്ണയൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരു എണ്ണയുടെ ചൂട് മീഡിയം ചൂടേ പാടുള്ളൂ. ഒരുപാട് ചൂടും ആവരുത്, ഒത്തിരി ചൂട് കുറഞ്ഞിട്ടും ഇരിക്കരുത്. മീഡിയം ചൂടിൽ വേണം നമ്മൾ ആ ഒരു ഉഴുന്നുവട റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഓരോ തവണ ഇതേപോലെ നമ്മൾ ആ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ ഉഴുന്നുവട റെഡിയാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലാണ് ആ ഒരു ഉഴുന്നുവട ആ ഒരു എണ്ണയിലേക്ക് ചാടുകയുള്ളൂ. കുറച്ചെങ്കിലും മാവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഉഴുന്നുവട റെഡിയാക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിയിരിക്കും കേട്ടോ, എണ്ണയിലേക്ക് ചാടാൻ പാടായിരിക്കും. പിന്നെ നമ്മൾ ഉഴുന്നുവട റെഡിയാക്കി എടുക്കുമ്പോൾ ഫസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന ഉഴുന്നുവടയ്ക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല കേട്ടോ. 1-2 എണ്ണമൊക്കെ റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഷേപ്പിലുള്ള ഉഴുന്നുവട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഇരിക്കുന്നതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉഴുന്നുവടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. രണ്ടാമത്തെ ട്രിപ്പ് ഉഴുന്നുവടയും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ ബാലൻസ് ഇരിക്കുന്നു റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഒരു ഉഴുന്നുവട മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഉഴുന്നുവട നമുക്ക് റെഡിയായി കിട്ടിയിരിക്കണേന്ന്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറം ഭാഗം ചെറിയൊരു ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഉഴുന്നുവടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.